മുംബൈയിൽ തരംഗമായി ഗോൾഡൻ വോയിസ് ബാൻഡ്. കൈരളി TV സംപ്രേഷണം ചെയ്യുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലെ ഗായകരും താപം ഗ്രാമവേദിയും ചേർന്നൊരുക്കിയ സംഗീത വിരുന്നാണ് മുംബൈ മലയാളികൾക്ക് ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം പകർന്നാടിയത്. വളരെ മനോഹരമായി ശ്വാസം വിടാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കലാവിരുന്നാണ്. മുംബൈയുടെ സാംസ്കാരിക രംഗത്തിന് അംജി മുംബൈ നൽകുന്ന മഹത്തായ ഒരു സംഭാവനയാണ് ഗോൾഡൻ വോയിസ്. ഈ പരിപാടിയിലൂടെ നവമുകുളങ്ങളെ കണ്ടെത്തുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കുന്നതോടൊപ്പം മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നൽകുന്ന ഒരു മഹാസംഭാവനയും കൂടിയായി മാറുമെന്നത് വളരെ നന്നായി. ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. ഒത്തിരി നല്ലതായിരുന്നു. അതിശയം തോന്നിയത് ഇത്രയും സോങ്സ്, ഇത്ര എനർജി, ഒത്തിരി എനർജി. അത് തന്നെ ഇത്ര നേരം, ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് അത് എനിക്ക് അതിശയം തോന്നി. അങ്ങനെ അടങ്ങിയിരുന്ന് കേൾക്കാൻ തോന്നുന്നില്ല. ഇത് ആരുമല്ല, ആവേശത്തോടെ എല്ലാവരും കണ്ടില്ലേ, കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ ആടിപ്പാടി എടുക്കുന്ന വളരെ നല്ലൊരു പരിപാടി. It was a rocking performance, and we would like more and more such shows to keep coming back to our Mumbai. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ മോനിപ്പോൾ 10 വയസ്സായുള്ളൂ. DJ കണ്ട് ഡാൻസ് ചെയ്തിട്ടുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇന്ന് തവം കണ്ടപ്പോൾ അവൻ ശരിക്കും ഓട്ടോമാറ്റിക്കലി ഡാൻസ് വന്നു. പക്ഷെ അത്രയ്ക്ക് മലയാളം കേട്ട് അത്രയ്ക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു സമകാട്ട് മുളയിലെ
ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ കാണുന്നത്. ഊർജിത സുലഭമായ ഒരു പരിപാടിയായിരുന്നു നിങ്ങളുടേത്. പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും പബ്ലിക്കിനെ പിടിച്ചിരുത്താൻ തക്കവിധം മികച്ചതായിരുന്നു ഇതിൻ്റെ പ്രോഗ്രാം എന്നുള്ളത്. പ്രായഭേദമന്യേ പല കലാസ്വാദകർക്കും പിടിച്ചിരുത്തിയ ഒരു അനുഭവമായിരുന്നു. ഞങ്ങളൊരു പൂവാ ചോദിച്ചത്, നിങ്ങളൊരു പൂക്കാലം തന്നു. അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമും. നല്ലൊരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ല. 20 വർഷമായി ബോംബെ താമസിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഒരു നല്ല പ്രതീതി. ഇപ്പം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു പ്രോഗ്രാംസ് എല്ലാം. എത്ര പ്രാവശ്യം ഒരു മുമ്പേ വന്നു കഴിഞ്ഞാലും അത് കേട്ടാലും നമുക്ക് മതിയാവൂല. സമാജത്തിൻ്റെ 25 വർഷത്തെ ഞങ്ങൾ പരിപാടിയിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഇത്രയേറെ സദസ്സിനെ ആകർഷിക്കുകയും ഇത്രയേറെ ആൾക്കാരെ ഇത്രയും വൈകിയ വേളയിലും പിടിച്ചു നിർത്തുകയും ചെയ്തത് നമ്മൾ ഇപ്രാവശ്യത്തെ കൈരളിയുടെ പ്രത്യേകിച്ച് അംജി മുംബൈയുടെ ഈ പരിപാടി തന്നെയാണ്. It's a very nice experience for a person who's born and brought up in Mumbai like me. It's a very nice experience to understand the culture of our state, and it's very nice. അടിപൊളി പ്രോഗ്രാമായിരുന്നു. We really enjoyed it. Just waiting for so many months from the time we came to know that Tavam group is coming. We are just waiting for the show. ഇന്നത്തെ അംജി ബോംബെയുടെ പരിപാടി വളരെ നന്നായിരുന്നു.
പ്രത്യേകിച്ച് നിങ്ങളുടെ പരിപാടി കണ്ടിട്ടാണ് എല്ലാ പബ്ലിക്കും ഇവിടെ പ്രസൻ്റ് ആയത്. അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ദീപാവലിയെ വരവേൽക്കാൻ മുംബൈ നഗരം തയ്യാറെടുക്കുമ്പോഴും നവി മുംബൈയിലെ പ്രധാന വീഥികളിലെ മാലിന്യ കൂമ്പാരങ്ങൾ അധികൃതർക്ക് തലവേദനയാകുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മുനിസിപ്പൽ ജീവനക്കാരുടെ സമരമാണ് മേലധികാരികൾക്ക് വെല്ലുവിളിയായിരിക്കുന്നത്. മുംബൈ നഗരവും കച്ചവട സമുച്ചയങ്ങളും ദീപാവലിയെ വരവേൽക്കുവാനായി തയ്യാറെടുക്കുമ്പോഴാണ് നവി മുംബൈയിലെ പ്രധാന പാതയോരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് അധികൃതർക്ക് തലവേദനയാകുന്നത്. 3 ദിവസത്തിലധികമായി നഗരസഭാ ജീവനക്കാർ നടത്തിവരുന്ന സമരമാണ് നഗരവാസികളുടെ ദീപാവലി ആഘോഷത്തിൽ ദുർഗന്ധം കലർത്തി മലീമസമാക്കിയത്. അനുകൂലമായ തീരുമാനം ദീപാവലിക്ക് മുൻപ് തന്നെ കൈക്കൊള്ളാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് മേലധികാരികൾ. स्ट्राइक अभी 2 दिन से कचरा जमा होकर पड़ा था. अभी आज हम लोग वो लोग काम पे नहीं आए हैं, तो हम लोग हमारा प्राइवेट मतलब इंडस्ट्री है, JCB डंपर RC कॉन्ट्रैक्टर उनसे कचरा साफ करना चालू कर दिया है. ശമ്പള വർധനവും പ്രത്യേക അലവൻസും വേണമെന്ന ജീവനക്കാരുടെ ആവശ്യമാണ് നഗരസഭ അധികൃതരുടെ പരിഗണനയ്ക്കായി കാത്തിരിക്കുന്നത്. സ്വകാര്യ കരാറുകാരുടെ സഹായം താൽക്കാലികമായി ഉപയോഗിച്ചാണ് പലയിടത്തും മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തെ ചെറുക്കാൻ പോലീസ് സുരക്ഷയോടെയാണ് ശുചീകരണങ്ങൾ നടക്കുന്നത്. ഏകദേശം 360ഓളം വരുന്ന ഈ തസ്തികയിലെ ജോലിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നഗരത്തിലെ ദീപാവലി ആഘോഷങ്ങൾക്ക് നിറവും സുഗന്ധവും പകരാനാവൂ. കൃഷിത്തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് വീട്ടിലെത്തുന്ന പദ്ധതിക്ക് മുംബൈയിൽ തുടക്കമായി. നവി മുംബൈയിലെ വാഷിയിൽ ആരംഭിച്ച സംരംഭം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. കർഷകരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ തൃപ്തരാക്കുന്ന പദ്ധതിക്ക് നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് തുടക്കമിട്ടത്. This has benefited not only to the people but also to the farmers, because these farmers, they work hard in the fields, and I feel after working so much hard in the field, at the end their family, they don't get enough, they don't survive. So the intention of the government is very clear. किसान लोग माल लेके इधर खुद आते हैं, उसका भाव खुद वो तय करते हैं, उसको अच्छा रिस्पांस मिलता है, कस्टमर का भी अच्छा रिस्पांस है. और മഹാരാഷ്ട്ര സർക്കാർ രൂപം കൊടുത്ത വിളകൾ നേരിട്ട് വീട്ടിലേക്കെന്ന പദ്ധതിക്ക് നല്ല സ്വീകാര്യതയാണ് ജനങ്ങളും കർഷകരും നൽകി വരുന്നത്. हे मार्केट फार उत्तम आहे आणि आमची इच्छा आहे की असंच मार्केट कंटिन्यू ठेवावं. बहुत अच्छा इनिशिएटिव लिया है और अच्छी भाजी. बहुत अच्छा लगा. एक जगह पे हमको सब डायरेक्ट खेती वालों से जो सब्जी आती है फ्रेश मिलती है. ഇതിങ്ങനെ ഒരു സംരംഭം എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരിതാണ്. അതുപോലെ നല്ല വില കുറഞ്ഞ് കിട്ടുന്ന പച്ചക്കറിയാണ്. ഏകദേശം 7000-ലധികം പേരാണ് ആദ്യ ദിവസം ഇതിന്റെ ഗുണഭോക്താക്കളായത്. കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി 15 കേന്ദ്രങ്ങളാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ശാസ്ത്രീയ സംഗീതത്തിന്റെയും ജനകീയ സംഗീതത്തിന്റെയും അന്തരം വർദ്ധിപ്പിച്ചുവെന്ന് പ്രശസ്ത കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ മേനോൻ നവി മുംബൈ നെരുൾ അയ്യപ്പ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. സംഗീത റിയാലിറ്റി ഷോകളിൽ പാടുന്ന ഏത് പുതുഗായകരും ശാസ്ത്രീയ സംഗീത അഭ്യസനം നടത്തേണ്ടതാണെന്ന് ശ്രീവത്സൻ മേനോൻ പറഞ്ഞു. മുംബൈയിൽ ഒരു സംഗീത കച്ചേരിക്ക് എത്തിയതായിരുന്നു പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന നെയ്യാറ്റിങ്കര വാസുദേവന്റെ ശിഷ്യനും സിനിമാ സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ മേനോൻ. കർണാടക സംഗീതമോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതമോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അഭ്യസിച്ചാൽ നല്ലതാണെന്ന് മാത്രമല്ല, അതായിരിക്കും നമ്മളിപ്പോൾ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ലോകത്ത് നമുക്കൊരു ഐഡൻറ്റിറ്റി കിട്ടണത് എപ്പോഴും നമ്മുടെ സംഗീതത്തിനോടുള്ള, നമ്മുടെ സംഗീതവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷനിലായിരിക്കും. അത് ഇന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് തോന്നും, പക്ഷേ നാളേക്ക് അത് വളരെ വളരെ നമ്മളെ ക്ലാസിക്കൽ സംഗീതത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ സാമ്പത്തിക സ്രോതസ്സുകൾ വഴി തുറക്കുന്നില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്ലാസിക്കൽ കലകൾക്ക് വേണ്ട രീതിയിൽ ഒരു സ്പേസ് കിട്ടാതിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ക്ലാസിക്കൽ കലകൾക്ക് സ്പോൺസർഷിപ്പും
അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനപരമായിട്ട് നമുക്ക് അതിലേക്ക് നിൽക്കണം എന്ന് തോന്നുന്ന വിധം ഒരു സപ്പോർട്ട് ഇനിയും നമ്മൾ കാണുന്നു. സിനിമാ സംവിധായകർ പുതുശബ്ദം തേടിയുള്ള ഗായകരുടെ ഭാവി തുലാസിൽ നിർത്തുന്നതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മലയാള സിനിമയിൽ കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കെടുത്താൽ ഒരു 50% പുതിയ ഗായകരാണ് വന്നിരിക്കുന്നത്. ഗായകൻ എന്നുള്ള നിലയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ന് പാടിയ ഒരാളെ നാളെ ഒരു സിനിമയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേണ്ടാന്നായി. മറ്റേത് നമ്മൾ ഒരു ഗാനം പാടിയിട്ടുണ്ട്, ഞാൻ ഇത്രയും സിനിമകളിൽ പാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ആയിരുന്നു പണ്ട്. ഇന്ന് ആ പ്രീമിയം അല്ല. എനിക്കൊരു പുതിയ ഫ്രഷ് വോയിസ് ആണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ആ സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ഗൗരവമായി കാണുന്ന സംഗീത ശാഖയും ജനകീയ സംഗീതവും തമ്മിൽ അന്തരം വർദ്ധിക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ജനകീയമായി സംഗീതം ഈ സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് പറയുന്നതോടൊപ്പം തന്നെ അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളും അതിനെ കുറച്ച് ലാഘവത്തോടെ കാണുന്ന ആളുകളും തമ്മിലുള്ള അന്തരം വളരെ വളരെ മിനിമലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനും അത് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാനും ഒക്കെയുള്ളൊരു മാർഗ്ഗങ്ങളും ഇപ്പോൾ കുറവാണ്.